ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിലെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്നും മാർക്കറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നാളെ ഇന്ത്യൻ മാർക്കറ്റ് ഹോളിഡേ ആണ്. അത് കാരണം വീക്കെൻഡ് കാരണം ആയിരിക്കണം കൂടുതൽ സെൽ ഓഫ് നടന്നത്. നിഫ്റ്റി 50 ഇന്ന് 23,997 ക്ലോസ് ചെയ്തപ്പോൾ 180 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ബാങ്ക് 540 പോയിൻറ്റ്സ് കുറഞ്ഞ് 54,863 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് എന്ന് 592 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 59,784 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 86 പോയിൻറ്റ്സ് കുറഞ്ഞ് 18,007 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ വിക്സ് എന്ന് 18.46 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 582 പോയിൻറ്റ്സ് കുറഞ്ഞ് 76,913 ക്ലോസ് ചെയ്തിരിക്കുന്നത്. DIIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII ഇന്ന് 3,487 കോടി നെറ്റ് ബൈസ് ആയിരുന്നു. എന്നാൽ FIയുടെ ഭാഗത്തുനിന്ന് കനത്ത സെല്ലിംഗ് ആണ് ഇന്ന് നടന്നത്. FI ഇന്ന് 847 കോടി നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി IT, നിഫ്റ്റി ഫാർമ എന്നീ സെക്ടേഴ്സ് മാത്രമേ പോസിറ്റീവ് ക്ലോസ് ചെയ്യുള്ളൂ. ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ ഒന്ന് 168 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 25,917 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 189 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 40,771 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 256 പോയിൻറ്റ്സ് കുറഞ്ഞ് 25,657 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 699 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 51,072 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,918 ക്ലോസ് ചെയ്തപ്പോൾ 22 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 75 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 9,419 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി IT 108 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. 29,353 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 7 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 1,456 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 278 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 12,833 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,694 ക്ലോസ് ചെയ്തപ്പോൾ 74 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫാർമ എന്നാൽ 6 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയാണ് കാണാൻ സാധിച്ചത്. 23,267 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 8,482 ക്ലോസ് ചെയ്തപ്പോൾ 145 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 12 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 793 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50 ഈ ആഴ്ചത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 24,092 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 23,995 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 24,177 ക്ലോസ് ചെയ്തു. ഇന്ന് തേഴ്സ്ഡേ 23,997 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാളെ ഇന്ത്യൻ മാർക്കറ്റ് അവധിയാണ്. നിഫ്റ്റി 50 ഈ ആഴ്ചത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച ആകെ 99 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി. 0.42% റാലിയാണ് നിഫ്റ്റി ഭാഗത്തുനിന്നുണ്ടായത്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 23,997 നിൽക്കുമ്പോൾ 8.16% ലോസ് ആണ് ഈ വർഷം നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ലാസ്റ്റ് 12 മന്ത്സ് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 31 മെയ് 2025 24,750 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 23,997 നിൽക്കുമ്പോൾ 3.04% ലോസ് ആണ് കഴിഞ്ഞ 12 മാസത്തെ നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,072 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,872 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലോസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ബജാജ് ഓട്ടോ 4.72% റാലി നടത്തി. സൺ ഫാർമ 1.66% റാലി നടത്തി. ഇൻഫോസിസ് 1.22%, ടെക് മഹീന്ദ്ര 0.94%, ബജാജ് ഫിനാൻസ് 0.75%, മാരുതി സുസുക്കി 0.43%, റിലയൻസ് 0.38%, കോട്ടക് മഹീന്ദ്ര 0.34%, കോൾ ഇന്ത്യ 0.32% ആൻഡ് SBI ലൈഫ് 0.15% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ TMPV 3.16% ഫോളോ കണ്ടു. ഇറ്റേണൽ 2.76% ഫോളോ നടത്തി. HUL 2.74%, ഹിൻഡൽകോ 2.74%, ആക്സിസ് ബാങ്ക് 2.17%, ടാറ്റ സ്റ്റീൽ 2.09%, അൾട്രാടെക് സിമെൻറ്റ് 2.09%, ശ്രീറാം ഫിനാൻസ് 2.04%, L&T 2% ആൻഡ് ടാറ്റ കൺസ്യൂമർ 2% റാലിയാണ് ലോസാണ് കാണാൻ സാധിച്ചത്.
മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ നാളെ USD ഫോറക്സ് റിസർവ് ഡേറ്റ വരുന്നുണ്ട്. അതുപോലെ തന്നെ USA നാളെ S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI ഡേറ്റയും ISM മാനുഫാക്ചറിംഗ് PMI ഡേറ്റയും നാളെ US എന്ന് വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പ്രധാന ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.